മസാല ബോണ്ടിലെ ഇ.ഡി. നോട്ടീസിന് ഹൈക്കോടതിയുടെ സ്റ്റേ. 3 മാസത്തേക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. കിഫ്ബിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി നടപടി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇഡിക്ക് നിർദ്ദേശം നൽകി. ഹർജി ഹൈക്കോടതി വിശദവാദത്തിനായി മാറ്റി. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഹർജിയിൽ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരാമർശിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, മസാല ബോണ്ട് ഇടപെടൽ ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള കിഫ്ബിയുടെ ഹർജിയിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. 3 മാസത്തേക്ക് ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്, നോട്ടീസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ജസ്റ്റിസ് വി.ജി. അരുണിന്റെ ബെഞ്ചാണ് ഹർജിയിൽ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്, ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് പ്രധാനമായും ഈ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ഇഡി നടപടി നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായി ആണ് എന്നാണ് കിഫ്ബിയുടെ വാദം. മാത്രമല്ല, ഈ വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല എന്നാണ് കിഫ്ബി കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദിച്ചത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു പ്രാഥമിക വാദവും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവിനായി ഇന്നത്തേക്ക് മാറ്റിയത്. അതിൽ പ്രധാനമായും കിഫ്ബി ഉന്നയിക്കുന്ന വാദങ്ങൾ ഇത് വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അതുപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് നടത്തിയതെന്ന എൻഫോഴ്സ്മെന്റിന്റെ അത്തരത്തിലൊരു കണ്ടെത്തലായിരുന്നു എൻഫോഴ്സ്മെന്റ് നടത്തിയിരുന്നത്. പക്ഷേ ഈ ഭൂമി വാങ്ങുകയല്ല, പക്ഷേ ഈ വികസന പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നാണ് സർക്കാർ പറയുന്നത്. ഈ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്ന് പറയുന്നത് ഈ ഭൂമി വാങ്ങുന്നത് അത് നിയമപരമല്ല. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം കൊണ്ട് ഭൂമി വാങ്ങുന്നതും അത് നിയമപരമായി ശരിയല്ല. സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിലോ മറ്റേതെങ്കിലും ഫണ്ട് കൊണ്ട് സർക്കാരിലേക്ക് വന്ന ഭൂമിയിലോ ഈ വികസന പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള നിർമ്മാണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതുപയോഗിച്ച് ഭൂമി വാങ്ങുന്നത് അത് നിയമപരമല്ല എന്നുള്ളതാണ് ഇഡിയുടെ വാദം. എന്തായാലും ഇതിൽ ഒരു പ്രാഥമിക വാദം കഴിഞ്ഞ ദിവസം കോടതി കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇഡി ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി ആയിരുന്ന തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയതാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതിനെതിരെ ഇഡി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഈ ഒരു നടപടിക്കെതിരെ ആദ്യം കിഫ്ബി സമീപിക്കേണ്ടിയിരുന്നത് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയാണ്. പക്ഷേ ഈ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, അതായത് കോടതിയെ നേരിട്ടല്ല സമീപിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി ഉന്നയിച്ചത്. ഇതിലെല്ലാം കേട്ട ശേഷം ഒരു പ്രാഥമിക വാദം എല്ലാം കേട്ട ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.